Say good morning loudly. Very good morning, dears. So, now we are going to learn maths. Okay? Maths class like poem. Okay, fine. Had you breakfast? Yes, very good. Lara breakfast കഴിച്ചു ഇല്ലേ? Very good. So, maths class la what we have learned last class? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചേ? What we have learned? 1, 2, 3. Very good. So, today also we are going to learn 1, 2, 3 up to 20. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10 വരെയാണ് പഠിച്ചത്. ദിസ് ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 20 വരെയാണ്. 1 തൊട്ട് 20 വരെ. ഓക്കെ ആണോ എല്ലാവരും? Are you all ready? Yes. Very good. So, look at the blackboard. Okay, fine. So, this is 1. What is this? 1. 2. 3. 4. 5. ഇതൊക്കെ പഠിച്ചതല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. Then 6, 7, 8, 9, 1, 0, 10. ഇത്രയും ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലേ? 1, 0, 10 വരെ. ഓക്കെ, എഴുതാൻ പഠിക്കണ്ടേ? നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് ആദ്യം മുഴുവൻ പറയാം. ഇത് 10 കഴിഞ്ഞിട്ട് എന്താണ്? 1, 0 ആണ് 10. സോ 1, 1, 11. 1, 1, 11. 1, 2, 12. 1, 3, 13. 13. 1, 4, 14. 40 അല്ല 14. 1, 5, 15. 1, 5, 15. Once again. 1. ഒരിക്കൽ പഠിപ്പിച്ചതൊപ്പം പറയണം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 1, 0, 10. ഇനി നോക്കിയേ. 1, 1, 11. 1, 2, 12. 1, 1, 11. 1, 2, 12. 1, 3, 13. 1, 3, 13. 1, 4, 14. 1, 4, 14. 1, 5, 15. 1, 5, 15. Very good. 1, 6, 16. കണ്ടോ? നമ്മളിതിന് പറയുന്ന പോലെയാ. നമ്മളിതിനെ 6 എന്നല്ലേ പറയാ. ഇതിലൂടെ 1 കൂടി ഇവിടെ വന്നപ്പോ ഇപ്പുറത്തല്ല ഇപ്പുറത്ത് 1, 6 വന്നപ്പോ 16. എല്ലാത്തിനും അങ്ങനെ പറയണം. നോക്കിക്കേ, ഇവിടെ 3 വന്നപ്പോ എന്താ പറയുക? ഇവിടെ 11ഉം 12ഉം മാത്രമേ വേറെ പറയത്തുള്ളൂ. ഇവിടെ 3 വന്നപ്പോ എന്തായി?
13 3 കണ്ടോ 13 ഇവിടെ 4 വന്നപ്പോൾ 14 4 വന്നിട്ടാ 14 5 വന്നപ്പോൾ 15 6 വന്നപ്പോൾ 16 ഓക്കെ 1 7 17 1 7 17 very good 1 8 18 very good 1 8 18 1 9 3 19 1 9 9 വന്നു അല്ലേ 19 1 9 19 2 0 20 2 0 20 very good once again 1 1 11 1 2 12 1 3 13 very good 1 4 14 5 1 5 15 1 6 16 1 7 17 1 8 18 1 9 19 2 0 20 very good once again 1 1 11 അപ്പോൾ പറയണേ 1 2 12 1 3 13 1 4 14 1 5 15 1 6 16 1 7 17 1 8 18 1 9 19 2 0 20 very good ഇത്രയാണ് നമ്മൾ 20 വരെയാണ് നമ്മൾ പഠിക്കുന്നത് പഠിച്ചോ പറയാൻ പഠിച്ചോ എല്ലാവരും 20 വരെ ഓക്കെ 20 കഴിഞ്ഞ എത്രയാ 2 0 20 കഴിഞ്ഞ 2 1 21 2 1 21 പിന്നെ എത്രയാ 2 2 22 പറഞ്ഞേ 2 2 22 പിന്നെ 2 3 23 പിന്നെ എത്രയാ 2 4 24 മക്കൾക്ക് അറിയാമല്ലോ അല്ലേ പിന്നെ 2 5 25 ഒന്ന് പറഞ്ഞേ 2 1 21 2 2 22 2 3 23 2 4 24 2 5 25 വെരി ഗുഡ് ഓക്കെ നമ്മൾ എഴുതാൻ പഠിക്കണ്ടേ എഴുതണം അല്ലേ എഴുതാനായിട്ട് നമുക്ക് ചെക്ക് ബുക്കല്ലേ ഉപയോഗിക്കണേ എന്താണ് നമ്മൾ മാത്സിന് ഉപയോഗിക്കുന്ന ബുക്ക് ചെക്ക് ബുക്ക് എങ്ങനെ ഇരിക്കും അങ്ങനെ ലൈനാണല്ലേ ഇങ്ങനെയല്ല ചെക്ക് ബുക്ക് ഇരിക്കണേ വാങ്ങിച്ചെല്ലാരും വാങ്ങിച്ചു അല്ലേ ഓക്കെ ഇങ്ങനെ കോളംസ് ഉണ്ടല്ലേ നിങ്ങൾ എഴുതുമ്പോ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഒരു ലൈൻ വിട്ട് എഴുതാൻ വെച്ചപ്പോ 1 നിങ്ങൾക്ക് അറിയാമല്ലേ നിങ്ങൾ പഠിച്ചതല്ലേ 1 പിന്നെ എങ്ങനെയാ ഈ കോളത്തിൽ വേണ്ട 2 ഇവിടെ എഴുതണേ ഈ കോളത്തിൽ എഴുതാതെ ഇവിടെ 1 1 1 ഇങ്ങനെ എഴുതുക 2 എങ്ങനെ എഴുതണേ അങ്ങനെ എഴുതി 2 ടീച്ചർ പഠിപ്പിച്ചല്ലേ നിങ്ങൾക്ക് 25 ഒക്കെ അറിയാം അല്ലേ എങ്ങനെയാ 2 ഈ ഒരു കോളം എഴുതണ്ട കേട്ടോ വൃത്തികേടാവും പിന്നെ ഇവിടെ വേണ്ട ഇവിടെ എഴുതണം 3 ഇങ്ങനെ
ഇങ്ങനെ എഴുതി പോകണം. അടുത്ത ഏത് നമ്പറാ? 4. എങ്ങനെയാ? 1 എഴുതി സ്ട്രെയിറ്റ് ലൈൻ താഴത്തേക്ക് അല്ലേ? 4 1 സ്ട്രെയിറ്റ് ലൈൻ വരച്ചു താഴത്തേക്ക് 4 ഇവിടെ എഴുതണ്ടല്ലേ? അവിടെ എഴുതി താഴത്തേക്ക് 4. ഇനി ഏതാ? 5. എങ്ങനെയാണ് 5? എങ്ങനെയാണ്? ഇങ്ങനെ എഴുതോ? ആ ടീച്ചറുടെ കോളം എടുത്തില്ല, കാരണം കുറവാണല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ആംഗിൾ ലൈൻ വരച്ചു താഴത്തേക്ക് വരച്ചു 5. ഇങ്ങനെ എഴുതി വരച്ചു താഴത്തേക്ക് വരച്ചു സി തിരിച്ചെഴുതി 5 അല്ലേ? 5 അറിയാമോ? 5 വരെ കഴിഞ്ഞ വർഷം പറഞ്ഞു. നമ്മൾ 20 വരെയൊക്കെ നമ്മൾ മക്കളെ എഴുതി കാണിച്ചു അല്ലേ? 5. പിന്നെ ഏതാ? പിന്നെ ഏതാ എഴുതണ്ടേ? 6. ടീച്ചറിന് കോളം വരയ്ക്കില്ല, നിങ്ങൾ കോളത്തിലായിട്ട് എഴുതണ്ടേ? 6 എങ്ങനെ എഴുതണേ? ആ സി എഴുതി അകത്തൂടെ അല്ലേ? പറഞ്ഞു തന്നതാണ് ടീച്ചർ. 6 ഓർമ്മയുണ്ടല്ലോ? ഇനി ഏതാ? 7. എങ്ങനെ എഴുതണം? 7 വരച്ചു നേരെ താഴത്തേക്ക് അല്ലേ? 7 അല്ലേ? ഓക്കെ. 7 കഴിഞ്ഞ് 8 എങ്ങനെയാ? ഇങ്ങനെ എഴുതി ഇങ്ങനെ 0 അല്ലേ? ഇവിടെ തിരിച്ചെഴുതി ഇങ്ങനെ 8. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് ടീച്ചർ പറഞ്ഞു തന്നു, ഇങ്ങനെ എഴുതി ഇത് തന്നെ മുട്ടിച്ച് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇത് തന്നെ മുട്ടിക്കണം, വലുതും ചെറുതും ആവരുത് കേട്ടോ. എളുപ്പത്തിൽ ടീച്ചർ പറഞ്ഞു പറഞ്ഞോണ്ട് ഇങ്ങനെ എഴുതിയേക്കരുത്. ഇങ്ങനെ എഴുതണ്ടേ? ഇങ്ങനെ എഴുതി അതേ 0 തന്നെ ഇവിടെ ഉണ്ടോ കേട്ടോ, കൂട്ടിച്ച്. അങ്ങനെ വേണ്ട, അങ്ങനെ പഠിക്കാൻ നല്ലതല്ല. ടീച്ചർ എങ്ങനെ ഇതൊന്നും കൂടെ കാണിച്ചത് എങ്ങനെയാ? ദേ കണ്ടോ? ഇങ്ങനെ എഴുതി ഇങ്ങോട്ട് കൊണ്ടുപോയി കണ്ടല്ലോ? എസ് തിരിച്ചെഴുതി ഇങ്ങനെയാ. എസ് എഴുതുന്നില്ലേ നിങ്ങൾ? നിങ്ങൾ എസ് ഒക്കെ എഴുതി പഠിച്ചു പിള്ളേരല്ലേ? ഇങ്ങനെയാ സി എഴുതി സി തിരിച്ചെഴുതി അല്ലേ? ഇനിയോ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതി ഇങ്ങോട്ട് കൂട്ടിച്ചു. ഇതെന്താണ്? 8. ഇങ്ങനെ എഴുതി ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എഴുതി ഇങ്ങോട്ട് 8. ഇച്ചിരി പാടായിട്ട് അല്ലേ? 8 നമ്മൾ കാണിച്ചാൽ പഠിച്ചോ? നോക്കിയേ, സി എളുപ്പം വഴി പറഞ്ഞേ. സി സി ഏതാണല്ലോ? സി തിരിച്ചെഴുതുക കേട്ടല്ലോ? എന്നിട്ട് ഇത് ചേർക്കുക കണ്ടോ? ഇതും ചേർക്കുക 8. ഓക്കെയാണോ? 8. 9 എങ്ങനെയാ? 0 എഴുതി ഇവിടുന്ന് താഴത്തേക്ക് 9. എളുപ്പം അല്ലേ? 0 എഴുതി താഴത്തേക്ക്. ഓക്കെ 9. ഇനി എന്താ? 10. 10 നമ്മൾ ഓൾറെഡി 1 പഠിച്ചതല്ലേ? 1 പിന്നെന്താ പറഞ്ഞത്? 0 1 0 10. ഓക്കെ, ഇത്ര നമ്മളൊന്ന് ക്ലാസ്സിൽ നോക്കിയായിരുന്നു അല്ലേ? ഇനി നമുക്ക് 11 തൊട്ടാണ് നോക്കട്ടെ. നിങ്ങൾക്ക് എളുപ്പമാണ്, നോക്കിക്കേ. ഇനി നിങ്ങൾ 25 എത്ര വേണമെങ്കിലും എഴുതും. ഇവിടെ തൊട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക്. എങ്ങനെ എഴുതും? 2 1 ചേർന്ന 11. 1 1 11. അടുത്തതോ ഇത് മാറണ്ട അല്ലേ? 1 തന്നെ മതി. പിന്നെ എന്ത് ചെയ്യും? 1 കഴിഞ്ഞ എത്രയാ നമുക്ക്? 2 ആണല്ലേ? 1 2 12. പിന്നെയോ 1 3 13 അല്ലേ? 2 കഴിഞ്ഞ് എത്രയാ? 3. ഇവിടെ ഒന്നും മാറത്തില്ല കേട്ടോ. 1 4. നിങ്ങൾ 4 പഠിച്ചില്ലേ? 1 3 5. പിന്നെയോ 1 6 1 7 1 8 1 9. 9 കഴിഞ്ഞ പിന്നെ 2 0 ആണ്. 19 കഴിഞ്ഞ പിന്നെ അടുത്ത നമ്പർ ഏതാ? ഈ വണ്ണങ്ങൾ മാറിയിട്ടുണ്ടാവും. 2 0 20 2 0
20. ഓക്കെ അല്ലേ? ഇത്രയും 19 20. നമുക്ക് ബാക്കി കൂടെ എഴുതാം. 25 വരെ നിങ്ങൾക്ക് പാടൊന്നുമില്ല, നമ്മൾ ഇത്രയും പഠിച്ചല്ലേ. 20 കഴിഞ്ഞാൽ എത്രയാ? പിന്നെ എത്ര എഴുതണം? 20 ആണ് നമ്മൾ എഴുതിയത് ലാസ്റ്റ്. പിന്നെ എന്ത് ചെയ്യണം? 0 കഴിഞ്ഞ് 2 1 21 2 2 22 2 3. ഇവിടെ മാറണേ ഇല്ല കേട്ടോ. ഇതെല്ലാം 2 തന്നെയാണ്. ഇവിടെയാ മാറുക. 1 2 3 ആണ് എഴുതുന്നത് കേട്ടോ. 2 3 കഴിഞ്ഞ് എത്രയാ? 4. വെരി ഗുഡ്. 24 2 പിന്നെ 5. വെരി ഗുഡ്. 25. പിന്നെ എത്രയാ? 25 കഴിഞ്ഞ് 2 6. വെരി ഗുഡ്. 26 അല്ലേ? 5 കഴിഞ്ഞ് 6 ആണ്, നിങ്ങൾക്കറിയാം. 2 എത്രയാ? 7 27 2 8 28. വെരി ഗുഡ്. 2 9. വെരി ഗുഡ്. 29. നീ എത്രയാ? 2 കഴിഞ്ഞു. 9 വരെ ആയി. നീ എത്ര കൊണ്ട് 2 കഴിഞ്ഞ്? 1 2 കഴിഞ്ഞ് എത്രയാ? 3 ആണ്. അപ്പോൾ 3 ആണ് ഉള്ളത്. 3 0 30. 3 0 30. ഇത്ര വരെ മക്കൾ പഠിച്ചെഴുതാം. കാരണം ഇവിടെ 1 2 3 പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാവും അല്ലേ? നമുക്ക് എത്ര വരെ എഴുതാം? 100 വരെ എഴുതാം. 100 കഴിഞ്ഞു എഴുതാം അല്ലേ? ഇത്രയും പഠിച്ച് ഈസി അല്ലേ? അപ്പോൾ 1 2 3 നന്നായിട്ട് പഠിക്കണം. എത്ര വരെ? 9 വരെ നന്നായിട്ട് പഠിക്കും. 0 തൊട്ട് 0 1 2 3 4 5 6 7 8 9. ഇത്രയും നന്നായിട്ട് പഠിച്ചാൽ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ പഠിക്കണം. ഇതേ ഓർഡറിൽ തന്നെ വന്ന് നോക്കി. ഫസ്റ്റ് നമ്മൾ 1 0 തുടങ്ങി. എണ്ണി നോക്കി 1 1 കണ്ടോ? പിന്നെ എന്താണ് 1. പിന്നെ ഇവിടെ എത്രയാ? 2 കണ്ടോ? 1 3 1 4 1 5. എളുപ്പമല്ലേ? 1 6 1 7 1 8 1 9. പിന്നെയാണ് നമ്മൾ 19 കഴിഞ്ഞു. ഇനി നമ്പർ ഇല്ല കണ്ടോ? നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ പോലെ 1 കഴിഞ്ഞു. ഇവിടെ 1 കഴിഞ്ഞു. ഇനി 1 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 2 ആണ്. ആ 2 ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. പിന്നെ എവിടെയുള്ള 0 20 കണ്ടോ? ഈസിയാ. പിന്നെ അങ്ങനെയാണ് 21 22 എല്ലാം നമുക്ക് 100 വരെ സുഖമായിട്ട് എഴുതി പോവാം. ഓക്കെ, എഴുതുവോ? ടീച്ചറിന് 30 വരെ എഴുതി കാണിക്കൂ. കഴിഞ്ഞ വർഷം 50 വരെ എഴുതി കാണിച്ച കുട്ടികളുണ്ട് കേട്ടോ. എടുക്കുമല്ലേ എല്ലാവരും വരെ കൊടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 30 വരെ എഴുതണം കേട്ടോ. 30 വരെ എഴുതി ടീച്ചറിനെ കാണിക്കണം. ടീച്ചറെ പറഞ്ഞ പോലെ തന്നെ ചെക്ക് ബുക്കിൽ ഈ കോളം ഒഴിവാക്കിക്കൊണ്ട് നീറ്റായിരിക്കണം. യു ഷുഡ് റൈറ്റ് നീറ്റ്ലി. നീറ്റായിട്ട് എഴുതണം. ഇല്ലെങ്കിൽ ടീച്ചറിന് സ്റ്റാർ ഒന്നും തരത്തില്ലെങ്കിൽ നീറ്റായിട്ട് എഴുതണം. ഇങ്ങനെ ഒരു കോളം ഇട്ടിട്ട് വേണം എഴുതാൻ. അപ്പോൾ നല്ല നീറ്റായിരിക്കും. എഴുതുവോ? നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ടീച്ചർ എഴുതി അയക്കണം കേട്ടോ. റെഡിയല്ലേ? യെസ്, വെരി ഗുഡ്. സോ നമുക്കിത് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി ക്ലാസ്. ലെറ്റ്സ് സ്റ്റോപ്പ് ദി ക്ലാസ്. ഇറ്റ്സ് എ ക്ലാസ് സ്റ്റോപ്പിംഗ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. ടേക്ക് കെയർ.